5 വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷം നരേന്ദ്രമോദി തിരിച്ചെത്തിയിരിക്കുകയാണ്. സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര മന്ത്രിസഭയുടെ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ്. വൈകുന്നേരം 4 മണിക്ക് ഡൽഹിയിലെ സേവാ തീർത്ഥത്തിലാണ് യോഗം നടക്കാൻ പോകുന്നത്. എല്ലാ കേന്ദ്രമന്ത്രിമാരോടും രാജ്യ തലസ്ഥാനത്ത് തന്നെ ഉണ്ടാകണമെന്ന കർശനമായ നിർദ്ദേശമാണ് നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത്. വിവിധ മന്ത്രാലയങ്ങളുടെ പ്രവർത്തനം, ഈയിടെ കൈക്കൊണ്ട പ്രധാന തീരുമാനങ്ങളും അവയുടെ പുരോഗതിയും ഭാവി പദ്ധതികൾ തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ വിശദമായി അവലോകനം ചെയ്യുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുകയാണ്. വിദേശ പര്യടനം കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആദ്യ നിർണായകമാണിത്. കൂടാതെ പശ്ചിമേഷ്യയിൽ യുദ്ധങ്ങൾ നടക്കുന്നു, ഓയിലിന്റെ ഒരു ലഭ്യതയുടെ കുറവ്, പെട്രോളിന്റെ വിലവർധന ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ പറ്റിയുള്ള ഒരു നിർണായകമായ ചർച്ചകളാണ് ഉണ്ടാകുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, അതായത് രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് എല്ലാ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ, സംസ്ഥാന ചുമതലയുള്ള മന്ത്രിമാർ എന്നിവരോട് തലസ്ഥാന നഗരിയിൽ തന്നെ തുടരാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ നിന്നും പരാജയപ്പെട്ടതിനെ തുടർന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് മന്ത്രിസ്ഥാനം നഷ്ടമാകുമെന്നൊരു വാർത്തയും പുറത്തേക്ക് വരുന്നുണ്ട്. കൂടാതെ രാജ്യസഭാ അംഗമെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ കാലാവധി 2026 ജൂൺ 19 അവസാനിക്കുകയാണ്. യുഎസും ഇറാനും തമ്മിലുള്ള പശ്ചിമേഷ്യൻ യുദ്ധവും അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ യോഗത്തിൽ പ്രധാന അജണ്ടയാകും. വലിയ രീതിയിലൊരു ആഘാതം ഈ പശ്ചിമേഷ്യൻ യുദ്ധം ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ആഗോള വിപണിയിലെ എണ്ണവില വർധനവ്, ഇന്ധന വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, പണപ്പെരുപ്പം എന്നിവ സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഈ പ്രതിസന്ധി നേരിടാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ അമിത്ഷാ, നിർമ്മല സീതാരാമൻ, ഹർദീപ് സിംഗ് പുരി എന്നിവരടങ്ങുന്ന ഉയർന്ന തലത്തിലുള്ള പ്രത്യേക മന്ത്രിതല സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. രാജ്യത്ത് ആവശ്യത്തിന് അസംസ്കൃത എണ്ണ, LPG ശേഖരമുണ്ടെന്നും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല എന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര സാഹചര്യം പ്രധാനമന്ത്രി നേരിട്ട് വിലയിരുത്തും. സാമ്പത്തിക കാര്യങ്ങൾക്ക് പുറമെ വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യവും ഈ യോഗത്തിനുണ്ട്. ജൂൺ 10 മോദി 3.0 സർക്കാർ തങ്ങളുടെ 1ാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനു മുന്നോടിയായി കേന്ദ്ര മന്ത്രിസഭയിൽ വലിയൊരു അഴിച്ചുപണിയും വിപുലീകരണവും ഉണ്ടായേക്കുമെന്ന് ശക്തമായ സൂചനകളുണ്ട്. വിവിധ മന്ത്രാലയങ്ങളുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന മികവ് വിലയിരുത്തിക്കൊണ്ട് ജൂൺ 2ാം വാരത്തോടെ പുതിയ മന്ത്രിമാരെ ഉൾപ്പെടുത്താനും ചിലരുടെ വകുപ്പുകൾ മാറ്റാനുമുള്ള അണിയറ നീക്കങ്ങൾ സജീവമാണ്. യുഎസും ഇറാനും തമ്മിലുള്ള പശ്ചിമേഷ്യൻ യുദ്ധവും അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രധാന ഒരു അജണ്ടയായി മാറുമെന്നതാണ് വസ്തുത. ആഗോള വിപണിയിലെ എണ്ണവില വർധനവ്, ഇന്ധനവില ശൃംഖലയുടെ തടസ്സങ്ങൾ, അതോടൊപ്പം തന്നെ പണപ്പെരുപ്പ്, അതെല്ലാം സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. ഈ പ്രതിസന്ധി നേരിടാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ ഒരു പ്രഥമ ചർച്ച ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് നരേന്ദ്രമോദിയുമായിട്ട് അവസാന ഘട്ടത്തിൽ ഒരു വൻ ചർച്ച തന്നെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കൂടാതെ 2027 7 സംസ്ഥാനങ്ങളിൽ, അതായത് അടുത്ത വർഷം 7 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, അതിനുവേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള എന്തൊക്കെ വിപുലീകരണം പാർട്ടിയിൽ നിന്നും അണ്ടർഗ്രൗണ്ട് മുതൽ ഉണ്ടാവണം, അതായത് താഴെത്തട്ട് മുതൽ മുകൾ വരെയുള്ള എന്തൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകണം, നേതാക്കന്മാരുടെ വകുപ്പുകൾ, അതായത് പാർട്ടിയിൽ തന്നെ ഇപ്പം ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം അവിടെ തന്നെ BJP-യിലെ എന്തൊക്കെ ഒരു അഴിച്ചുപണി വേണം, അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് അടുത്ത് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നൽകേണ്ടത്, എത്ര വാഗ്ദാനങ്ങളെല്ലാം തന്നെ നിറവേറ്റിയിട്ടുണ്ട് എന്നൊക്കെ എന്നുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തമായ ഒരു ചർച്ചകളാണ് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് സേവാതീർത്ഥത്തിൽ നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇന്നെല്ലാം വിലയിരുത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിന് വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. ജൂൺ 10 നിലവിൽ മോദി സർക്കാർ 3.0 ഒരു വലിയ വിപുലമായ ഒരു ആഘോഷത്തിന് ഒരുങ്ങുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അത് ഡൽഹിയിലെ BJP-യുടെ ആസ്ഥാന മന്ദിരത്തിൽ തന്നെയായിരിക്കും വലിയൊരു ആഘോഷം നടക്കാൻ പോകുന്നത്. ഇതിനു മുന്നോടിയായി തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു അഴിച്ചുപണിക്ക് ഇപ്പോൾ നരേന്ദ്രമോദി ഇപ്പോൾ ഒരു നീക്കം നടത്താൻ പോകുന്നത്. കേരളത്തിൽ നിന്നും ആരെങ്കിലും ഒരാൾക്ക് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കിട്ടാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. കൂടാതെ ജൂൺ 2ാം വാരത്തോടെ പുതിയ മന്ത്രിമാരെ ഉൾപ്പെടുത്താനും ചിലരുടെ വകുപ്പുകൾ മാറ്റാനുമുള്ള അണിയറ നീക്കങ്ങൾ ഇപ്പോൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഇന്നത്തെ യോഗത്തോടെ ഇതിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ തന്നെ വിലയിരുത്തുന്നത്. എന്തായാലും
കോൺഗ്രസ് മുക്ത ഭാരതം അതാണ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് ഓരോ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഓരോ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അത് വലിയ രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഓരോ സംസ്ഥാനത്തും കോൺഗ്രസ് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ നിലയിലേക്കാണ് BJPയുടെ ഒരു ട്രാക്ക്. മെയിൻലി നോക്കുമ്പോൾ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഊന്നിക്കൊണ്ടായിരിക്കും ഇന്നത്തെ ചർച്ചകൾ. കൂടാതെ യുദ്ധവും ഒരു പ്രധാന വിഷയമായി മാറുന്നുണ്ട്.